IPL മാച്ച് നമ്പർ 22 ഇന്നലെ അവസാനിച്ചപ്പോൾ തുടർച്ചയായ 4ാം പരാജയമായിരുന്നു ചെന്നൈ ഇന്നലെ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ പ്രിയാൻ ഷാരിയുടെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു ആദ്യ 14 ഓവറിൽ കാണാൻ സാധിച്ചത്. ആദ്യ പന്തിൽ തന്നെ 6 പറത്തി തന്റെ ഉദ്ദേശം വ്യക്തമാക്കി പ്രിയാൻഷ് 42 പന്തിൽ 103 നേടിയാണ് പുറത്തായത്. പ്രിയാൻഷ് ഒഴികെ ടോപ്പ് 6ലെ ഒറ്റ ബാറ്റർ പോലും ഇന്നലെ പഞ്ചാബ് നിരയിൽ 2 അക്കം കണ്ടില്ല. ആദ്യ ഓവറിൽ കലീലിന് കിട്ടിയ പ്രിയാൻഷിന്റെ റിട്ടേൺ ക്യാച്ച് ഓപ്പർച്യൂണിറ്റി മുകേഷ് ചൗധരി സ്ലോപ്പി ഫീൽഡിംഗ് വഴി 6 ആക്കിയ ക്യാച്ച് അങ്ങനെ ലൈഫും CSK ഫീൽഡേഴ്സ് പ്രിയാൻഷിന് കൊടുത്തിരുന്നു. പവർ പ്ലേയിൽ 75 നേടിയപ്പോൾ അതിൽ 53 പ്രിയാൻഷിന്റെ സംഭാവനയായിരുന്നു. താരം സെഞ്ചുറി നേടി പുറത്തായതിനു ശേഷം ശശാങ്ക് മാർക്കോ യാൻസൺ ജോഡി ടീമിന് വേണ്ട ഫിനിഷ് കൊടുത്തു. യാൻസൺ 34 നേടിയപ്പോൾ ശശാങ്ക് 52 നേടി പുറത്താവാതെ നിന്നു. 219-6 എന്ന നിലയിലാണ് പഞ്ചാബിന്റെ ഇന്നിംഗ്സ് അവസാനിച്ചത്. ഒരറ്റത്ത് വിക്കറ്റ് പോയിക്കൊണ്ടിരുന്നപ്പോഴും യാതൊരു കുലുക്കവുമില്ലാതെ നല്ല ഇന്റന്റോടെ ബാറ്റ് വീശിയ പ്രിയാൻഷിന്റെ ബാറ്റിംഗ് തന്നെയായിരുന്നു പഞ്ചാബിന്റെ നട്ടലായി മാറിയത്. CSK നോക്കിയാൽ ബൗളേഴ്സിനെ ഗായ്ക്വാഡ് നന്നായി തന്നെ റൊട്ടേറ്റ് ചെയ്തിരുന്നു. അവരുടെ ഫീൽഡിംഗ് ആണ് യഥാർത്ഥത്തിൽ ടീമിന് വിനയായി മാറിയത്. പ്രിയാൻഷ് 79-ലും ശശാങ്ക് 38-ലും നിന്നപ്പോൾ കളഞ്ഞ 2 ഈസി ചാൻസസ് ഗെയിമിന്റെ എൻഡ് റിസൾട്ട് നോക്കുമ്പോൾ ബാക്ക് ഫയർ ആയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഈ ഡ്രോപ്പിന് ശേഷം ടോട്ടൽ 38 റൺസാണ് ഇരുവരും സ്കോർ ചെയ്തത്. ഇനി മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ ആദ്യമായി CSKയുടെ ബാറ്റിംഗ് ഓർഡർ പ്രോപ്പറായി റിതം കണ്ടെത്തിയത് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. 18 എന്ന അവരുടെ ഈ സീസണിലെ ബെസ്റ്റ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ഇന്നലെ ബ്രേക്ക് ചെയ്ത് വിക്കറ്റ് നഷ്ടമില്ലാതെ ആദ്യ 6 ഓവറിൽ 59 CSK നേടി. എന്നാൽ പവർ പ്ലേ കഴിഞ്ഞ രജിൻ ഗായ്ക്വാഡ് എന്നിവർ പെട്ടെന്ന് പുറത്തായി. പിന്നീട് ദുബെ കോൺവേ സഖ്യമാണ് ഇന്നിംഗ്സ് മുൻപോട്ട് കൊണ്ടുപോയത്. 9-10 വെച്ച് ഓരോ ഓവറിലും അവർ എടുക്കുന്നുണ്ടായിരുന്നുവെങ്കിലും റിക്വയർഡ് റൺ റേറ്റ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരിക്കലും ഈ കൂട്ടുകെട്ടിന് സാധിച്ചിരുന്നില്ല. സെക്കൻഡ് ടൈം ഔട്ട് കഴിഞ്ഞ ആദ്യ ഓവറിൽ 19 അടിച്ച് ഒരു മൂവ് ഓൺ CSK നടത്താൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് വന്ന 3 ഓവറിൽ ഒരു ബൗണ്ടറി പോലും നേടാൻ പറ്റാതെ പോയത് CSKയുടെ ചേസ് ഓൾമോസ്റ്റ് കിൽ ചെയ്യുകയാണ് ഉണ്ടായത്. ആസ്കിംഗ് റേറ്റ് 14 മുകളിലായിരുന്നപ്പോൾ വെറും 22 റൺസായിരുന്നു 3 ഓവറിൽ ചെന്നൈക്ക് നേടാൻ പറ്റിയത്. കോൺവേ 16ാം ഓവറിൽ തന്നെ റിട്ടയർഡ് ഔട്ടായി പോകണമായിരുന്നു എന്ന് തന്നെ മത്സരം കണ്ടപ്പോൾ തോന്നിയിരുന്നു. കാരണം താരം അടുത്തിട്ട് ഷോട്ടിന് പവർ വരുന്നില്ലായിരുന്നു. അവസാന 2 ഓവറിൽ 42 എന്ന ഹ്യൂജ് ആസ്ക് വന്നപ്പോൾ 18 റൺസിന് ചെന്നൈ തോൽക്കുകയാണ് ചെയ്തത്. അവസാനമായി 180-ന് മുകളിൽ ചേസ് വന്ന 11ാമത്തെ മത്സരമാണ് തുടർച്ചയായി CSK തോക്കുന്നത്. പഞ്ചാബിനെ നോക്കിയാൽ ടീമിന്റെ ഡെത്ത് ബോളിംഗ് ഇംപ്രസീവ് ആയിരുന്നു. 2 ബാറ്റേഴ്സിന്റെയും ഹിറ്റിംഗ് ആർക്കിലേക്ക് തന്നെ പന്ത് കൊടുക്കാതെ മാക്സിമം വൈഡായിട്ട് കൊടുക്കാനായിരുന്നു അർഷദീപും ഫെർഗൂസനും ശ്രമിച്ചത്. ഒപ്പം ചഹലിനെ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളപ്പോൾ കൊണ്ടുവരാതെ മാറ്റി നിർത്തിയതും നല്ല ഡിസിഷനായി തന്നെ തോന്നിയിരുന്നു. പക്ഷേ ഫീൽഡിംഗിൽ ചെന്നൈയെ തോൽപ്പിക്കുന്ന പ്രകടനമായിരുന്നു പഞ്ചാബ് കാഴ്ചവെച്ചത്. എത്ര ക്യാച്ച് അവർ ഡ്രോപ്പ് ചെയ്തു എന്ന കൗണ്ട് തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അതുപോലെയായിരുന്നു ഡ്രോപ്സ് വന്നത്. ഗായ്ക്വാഡ് ഒഴികെ ബാറ്റ് ചെയ്ത എല്ലാ CSK ബാറ്റേഴ്സിനും ചുരുങ്ങിയത് ഒരു ലൈഫെങ്കിലും പഞ്ചാബ് ഫീൽഡേഴ്സ് കൊടുത്തിരുന്നു. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് ലഭിച്ച ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പഞ്ചാബ് 219 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 201 നേടാൻ മാത്രമേ ചെന്നൈക്ക് സാധിച്ചുള്ളൂ. പ്രിയാൻഷാണ് കളിയിലെ താരം.